നമസ്കാരം, ഞാൻ നയന ഗിരീഷ്. നയൻസ് ഡ്രീംസ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ചാനലിന്റെ പേരൊന്ന് മാറ്റി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ളത് ഡ്രീംസ് ആൻഡ് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഇനി സെർച്ച് ചെയ്യുമ്പോൾ ഡ്രീംസ് ആൻഡ് ക്രാഫ്റ്റ് സെർച്ച് ചെയ്യുക. നയൻസ് ഡ്രീംസ് ആൻഡ് ക്രാഫ്റ്റ്. ക്രാഫ്റ്റ് മാത്രമല്ല, പുതിയ കുറെ കാര്യങ്ങളും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. ഇന്ന് ദീപാവലി സ്പെഷ്യൽ ക്രാഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇതുപോലെ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് നോർമൽ കളർ പേപ്പർ ആണെങ്കിലും എടുക്കാം. എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇതുപോലെ ഒരു ടെട്രാ പാക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു പാലിന്റെ കവറാണിത്. ഇതുപോലെ ഏതെങ്കിലും ഡ്രിങ്കിന്റെ കവർ എടുത്താലും മതി. ഒരു കഷ്ണം കാർഡ്ബോർഡ്, ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡ് മതി. കാർഡ്ബോർഡിന് പകരം കാർഡ്ബോർഡ് കിട്ടിയില്ലെങ്കിൽ ടെട്രാ പാക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഗം, സിസേഴ്സ്, കുറച്ച് കമ്പി, ഇത്രയും സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ ഇത് ചെയ്യാൻ. ദീപാവലിക്ക് നമ്മൾ വിളക്ക് വെക്കും, പുറത്ത് ചുറ്റും വിളക്ക് വെക്കുമ്പോൾ അതിനൊപ്പം തന്നെ അകത്തും നമുക്ക് ഇതുപോലത്തെ ബാറ്ററി ഉള്ള ചെറിയ ലൈറ്റ്സ് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ബേസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടും വളരെ ഭംഗിയുള്ള ഒരു ബേസ് ആണിത്. എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുപോലെ ടെട്രാ പാക്കിന്റെ താഴ്ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം. ഒരു 2.5 സെന്റിമീറ്റർ ഉണ്ട് ഇതിന്റെ വീതി. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് 4 സൈഡിലും ഇതുപോലെ പാക്കിന്റെ 4 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ 4 സൈഡിൽ ഒട്ടിച്ചു. താഴെ ഞാൻ ഒട്ടിച്ചിട്ടില്ല. താഴെ വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്ത് വെക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് താഴെ നമുക്ക് കവർ ചെയ്യാം. ഇതിപ്പോ ഞാൻ ഇവിടെ മാത്രമേ 4 സൈഡുമാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളൂ. ഇതിന്റെ വീതി 2.5 സെന്റിമീറ്റർ ആണ് കേട്ടോ. കൂടി പോകണ്ട. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വെക്കുമ്പോ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ 2.5 സെന്റിമീറ്റർ എടുത്താൽ മതി. ഇതുപോലെ കാർഡ്ബോർഡ് എടുത്ത് എന്തെങ്കിലും ഇതിപ്പോ ഇതിന്റെ അടപ്പാണ്, അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് വരയ്ക്കാണ്. നമുക്ക് ഹാഫ് മതി. ഇവിടുന്ന് ഇതുപോലൊരു വരച്ചു കൊടുത്തു. ഇതിനെ ഒന്ന് വരച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ താഴ്ഭാഗം ഞാനൊന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക്. ഇതിന്റെ മുഴുവനായിട്ട് ഒരു റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് വേണ്ട. ഒരു 1/4 ഭാഗം മതി. നമുക്കൊരു 3/4 റൗണ്ട് കിട്ടിയാൽ മതി. അതുപോലെ വരച്ചെടുക്കാം. ഇതുപോലെ അകത്ത് ഞാനൊരു റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 സെന്റിമീറ്റർ ഉണ്ട് ഇതിന്റെ വിഡ്ത്ത്. ആ ഒരു രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. ഇങ്ങനെ ഫ്രീ ഹാൻഡ് വരയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ 1.5 സെന്റിമീറ്റർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ 1.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, മുകളിൽ മാർക്ക് ചെയ്യുക. അങ്ങനെ ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഡോട്ടെല്ലാം ജോയിൻ ചെയ്താൽ മതി. ഇതുപോലെ വരച്ചെടുക്കാം. ഇനി ഇതിനെ ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഈ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരു സൈഡില് നന്നായിട്ട് ഗം അപ്ലൈ ചെയ്യുക. ആ ഗം അപ്ലൈ ചെയ്ത സൈഡ് തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഫോം ഷീറ്റിന്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഹാർട്ടിന്റെ ഷേപ്പ് കട്ടിയുള്ളൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. ഫോം ഷീറ്റിന്റെ ബാക്ക് സൈഡിൽ ഇത് വെച്ച് ഇതുപോലെ നമുക്ക് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഈ റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന്റെ വലിപ്പം അനുസരിച്ച് ഇതിന്റെ എണ്ണവും കൂടും. ഇത് നമുക്ക് ചുറ്റും ഒട്ടിക്കാനുള്ളതാണ്. അപ്പൊ അതിന്റെ എണ്ണം എത്ര വേണമെന്ന് ഇത് ചെയ്ത് ഒട്ടിച്ചു വരുമ്പോഴേ നമുക്ക് 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഈ സെന്ററിൽ നിന്ന് ഒരു പീസ് ഇതൊന്നിങ്ങനെ ചെരിച്ചു കൊടുത്ത് കട്ടായി പോരുത് താഴെ ഒന്നും. സെന്ററിൽ നിന്ന് ആ ഒരു പീസ് ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു ഷേപ്പില് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇതുപോലെ കിട്ടും. എല്ലാ പീസും നമുക്ക് അതുപോലെ ചെയ്തെടുക്കണം.
ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് ഫോം ഷീറ്റ് ഒട്ടിച്ചെടുത്ത കാർഡ്ബോർഡ് പീസിൽ ഇതിന്റെ ബാക്കിലായിട്ട് ഇതുപോലെ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫോം ഷീറ്റിൽ ഒട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗ്ലൂ ഗൺ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടും. പക്ഷെ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാതെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ വേണം ഒട്ടിക്കാനായിട്ട്. ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്ന് വെച്ച് നോക്കുക. നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഒന്ന് ജസ്റ്റ് ഒരു സൈഡിൽ വെച്ച് നോക്കണം. ഹാർട്ട് ഷേപ്പിനേക്കാളും കുറച്ച് കൂടുതൽ ഇവിടെ നമുക്ക് കിട്ടണം. അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വെക്കാനായിട്ട്. ഇതുപോലെ അരികിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഹാർട്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഹാർട്ട് ഷേപ്പ് ഇതുപോലെ ഇതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചെടുക്കാം. പിന്നീട് നമുക്ക് ഇതുപോലെ ഓരോ ഹാർട്ട് ഷേപ്പിന്റെ മുകളിലായിട്ട് ഇതുപോലൊരു സർക്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ ഇതിന്റെ മുകളിലായിട്ട് ഓരോന്നിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസും കൂടെ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൈഡിലായിട്ട് ഈ രണ്ട് ഹാർട്ട് ഷേപ്പിന്റെ നടുക്കായിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് മാറ്റിയത് സെന്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ പീസ് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഹാർട്ട് ഷേപ്പിന്റെ മുകളിൽ വേണമെങ്കിൽ ഇതുപോലെ ഒട്ടിക്കാം, ഇങ്ങനെ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ സൈഡിൽ ഒട്ടിക്കാം. ഞാനിപ്പോ ഈ രണ്ട് ഹാർട്ട് ഷേപ്പ് ഒട്ടിച്ചിരിക്കുന്ന സൈഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഈ ഓരോന്നിന്റെയും ഗ്യാപ്പില് ഈ രണ്ട് ഹാർട്ട് വരുന്നതിന്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയ പീസ് തന്നെയാണ് ഒട്ടിക്കുന്നത്. വേറെ എക്സ്ട്രാ പീസ് ഒന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തുനിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണം. ഒരെണ്ണം കട്ട് ചെയ്യുക. അതിനുശേഷം മറ്റേതിന്റെ മുകളിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ രണ്ടും നമുക്ക് ഒരേ അളവിൽ കിട്ടും. ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് രണ്ട് പീസിന്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ വെച്ച് നമുക്കൊരു പെറ്റലിന്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് തന്നെ ഈ ഷേപ്പ് തന്നെ ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടും ഒരേപോലെ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് താഴ്ഭാഗം ഒപ്പാക്കിയിട്ട് വെക്കാം. അതുപോലെ രണ്ട് പീസ് നമുക്ക് കിട്ടും. ആദ്യം നമ്മൾ കട്ട് ചെയ്തതിന്റെ ഇതുപോലെ ഈ സിൽവർ കളറിന്റെ പീസ് ഒരെണ്ണം നമുക്ക് ഇതിന്റെ സെന്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. സെന്ററിലല്ല, കുറച്ച് മുകളിലായിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. നമുക്ക് താഴ്ഭാഗം ഇതിന്റെ ബാക്കിൽ ഒട്ടിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് കുറച്ച് മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് രണ്ട് പീസ് ഒരേപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. സിൽവർ കളർ ഫോം ഷീറ്റിൽ നിന്ന് ഇതുപോലെ ഞാനൊരു ചെറിയൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 3.5 ഇഞ്ച് ഉണ്ട്. അത്രയും മതി. ഇതിനെ ഇനി രണ്ടായിട്ട് ഇവിടെ കൂട്ടി ഒട്ടിക്കാം. 4 സൈഡിലും ഫോം ഷീറ്റ് ഒട്ടിച്ചെടുത്ത നമ്മുടെ ടെട്രാ പാക്കിന്റെ കവറിന്റെ രണ്ട് വീതിയുള്ള സൈഡിലായിട്ടും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കുമ്പോൾ കുറച്ച് മുകളിലേക്ക് കയറ്റി വേണം ഒട്ടിക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ ലാമ്പ് അതിനകത്തൂടെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളൂ. രണ്ട് സൈഡും ഈക്വൽ ആവാൻ ശ്രദ്ധിക്കുക. ആ ബോക്സിന്റെ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരണം. അതേ രീതിയിൽ വേണം ഒട്ടിക്കാൻ. ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോം ഷീറ്റിന്റെ ചെറിയ ഭാഗത്ത് രണ്ടറ്റവും കൂട്ടി ഒട്ടിച്ചിരിക്കുന്ന ചെറിയ സ്ട്രിപ്പ് അകത്ത് വെച്ചിട്ട് രണ്ട് പെറ്റലും കൂടെ കൂട്ടി ഒട്ടിച്ചെടുക്കും. ഒരു സൈഡിൽ 2 കമ്പി വേണം. അതേ രീതിയിൽ 4 കമ്പി നമുക്ക് എടുക്കാം. 4 കമ്പി ഇതുപോലെ എടുക്കുക. അടിഭാഗം 2 കമ്പി കൂട്ടി ഇതുപോലൊന്ന് ചുറ്റിയെടുക്കാം. ഇതുപോലൊന്ന് 2 കമ്പി കൂട്ടി ഒന്ന് ചുറ്റിയെടുക്കാം. മുകളിലേക്ക്
കുറച്ച് ഭാഗം നമുക്ക് 2 കമ്പിയും കൂടെ കൂട്ടി ഒന്ന് ചുറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. ഒരു ഭാഗത്തെ 2 കമ്പി ഇതാ ഇതുപോലൊന്ന് ഒരു സൈഡിലേക്ക് വളച്ചു കൊടുക്കാം. ഇതിന്റെ അറ്റം ചെറുതായിട്ടൊന്ന് മുകളിലേക്കൊന്ന് ഇതുപോലെ വളച്ചു വെക്കണം. ഇത് ഒരു കമ്പി മറ്റേ കമ്പി നമുക്ക് അതുപോലെ തന്നെ ചെയ്യണം. കുറച്ച് ചെറുതായിട്ട് മുകളിലേക്ക് ഇതൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ എൻഡ് ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം. ഒരു മരത്തിന്റെ ഷേപ്പ് ആക്കി കൊടുക്കാം. മുകളിലേക്ക് 2 താഴ്ഭാഗം ഒരുമിച്ച് ചുറ്റി കൊടുക്കാം. മുകൾ ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വരണം. 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇരിക്കണം. അതേ രീതിയിൽ വേണം ചുറ്റാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കണം. ന്യൂസ് പേപ്പർ ഇതുപോലെ മടക്കി എടുത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ മടക്കി എടുത്ത് കട്ട് ചെയ്യുമ്പോൾ കുറേ നല്ല നീളത്തില് സ്ട്രിപ്പ് നമുക്ക് എളുപ്പം കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് ഈ കമ്പിയിലൊന്ന് ചുറ്റിയെടുക്കണം. കമ്പിക്ക് കുറച്ച് തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോ 2 ലെയർ ഉണ്ട്. ഈ 2 ലെയർ ഞാൻ ഒരുമിച്ചാണ് ചുറ്റാൻ പോണത്. ഇതുപോലെ എടുത്ത് ഫ്ലവർ ടേപ്പ് ചുറ്റിയെടുക്കുന്ന പോലെ നമുക്ക് ചുറ്റിയെടുക്കാം. ആദ്യം ഈ 2 പേപ്പറിനകത്തും ഗം വെക്കണം. ആദ്യം 2 പേപ്പറും കൂടെ കൂട്ടി ഒന്ന് ഒട്ടിക്കണം. അതിനുശേഷം നമുക്ക് ഈ താഴ്ഭാഗത്തൊക്കെ നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മുകളിൽ നിന്ന് മാത്രം ഒട്ടിച്ചാൽ മതി. പേപ്പറില് 2 കൂട്ടി ഒട്ടിച്ച പേപ്പറിന്റെ ഒരു സൈഡിൽ ഇതുപോലെ ഗം വെച്ച് നമുക്ക് ഇത് ഫ്ലവർ ടേപ്പ് ചുറ്റിയെടുക്കുന്ന പോലെ തന്നെ ഇത് ചുറ്റിയെടുക്കാം. മുഴുവനായിട്ട് തന്നെ ചുറ്റിയെടുക്കാം. നല്ല തിക്കായിട്ട് ചുറ്റണം. ഒരു ലെയർ ചുറ്റിയതിനു ശേഷം വീണ്ടും 1ഓ 2ഓ ലെയറും കൂടെ ചുറ്റി കൊടുക്കാം. നല്ല കട്ടിയിൽ വേണം ഇത് വരാനായിട്ട്. ഇതിന്റെ മുകളിൽ നമുക്ക് വീണ്ടും ഫ്ലവർ ടേപ്പ് ചുറ്റിയെടുക്കാം. കമ്പിയിൽ ഞാൻ പേപ്പർ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് 3 ലെയർ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് 2 ലെയർ വീതം ഓരോ കമ്പിയിലും ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഫ്ലവർ ടേപ്പ് ചുറ്റി കൊടുക്കണം. ഫ്ലവർ ടേപ്പ് മുഴുവനായും തന്നെ ഇവിടെ വരെ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് സെപ്പറേറ്റ് ആയിട്ടും ഫ്ലവർ ടേപ്പ് ചുറ്റിയെടുക്കാം. ഒരു പെറ്റല് ഇതുപോലെ ഈ സൈഡിലും മറ്റേ പെറ്റല് അപ്പുറത്തെ സൈഡിലുമായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് എളുപ്പം ഹാങ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഒട്ടിക്കാൻ പാടുള്ളൂ. ഒരെണ്ണം ഒരു സൈഡിലും മറ്റേത് മറ്റേ സൈഡിലുമായിട്ട് ഇതുപോലെ സെന്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ ഒരു പോട്ടിനകത്ത് ഇറക്കി വെച്ചതിന് ശേഷം ആ കമ്പികൾ 2 സൈഡിലേക്ക് ആക്കി വെച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് പെബിൾസ് ഇട്ടിട്ട് ഇതൊന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് നല്ല കട്ടിയിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ചാൽ മാത്രമാണ് ഇത് നിൽക്കുള്ളൂ. കാരണം ഇതിന് 2 സൈഡിലും നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്യുന്നതല്ലേ. അപ്പൊ അതിന്റെ വെയിറ്റ് നിൽക്കണം. വെയിറ്റ് അതിന് താങ്ങാൻ പറ്റണം. അതുകൊണ്ട് നല്ല ബേസ് എന്തായാലും നല്ല സ്ട്രോങ് ആയിരിക്കണം. കുറച്ച് പെബിൾസ് അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒട്ടിച്ചു കൊടുക്കണം. അത് അകത്ത് നമുക്ക് ഇതിന്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കും. ഇതെനിക്ക് എപ്പോഴും എടുക്കാനുള്ള പോട്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇല്ല പെർമനന്റ് ആയിട്ട് നമുക്ക് അത് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ പോട്ടിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ മുറ്റത്ത് മഴയില്ലെങ്കിൽ നമുക്ക് മുറ്റത്ത് മരത്തിനകത്ത് എല്ലാം ഹാങ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് ഞാൻ ലൈറ്റ് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതിന്റെ സ്റ്റെം ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ 4 പെറ്റലുള്ള ഫ്ലവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ സിൽവറും ഗോൾഡൻ കളറും കുറച്ച് സിൽവർ ലീഫും ഗോൾഡൻ കളർ ലീഫും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. വെറുതെ മുകളിൽ നിന്ന് താഴത്തേക്ക് സ്റ്റെമ്മിലേക്ക് അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. LED ലാമ്പ് അതിനകത്ത് വന്നപ്പോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.